നിശബ്ദത നിറഞ്ഞ താഴ്വരയ്ക്ക് അയൽപ്പക്കമായി ഒരു പച്ചത്തുരുത്ത് വരുന്നു. യാതൊരുവിധ മര്യാദയും പാലിക്കാതെ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന, അംഗഭംഗം ചെയ്യുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന നമ്മൾ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ശീതളമായ മനസാക്ഷിയോടെ ഓർമ്മയിൽ നിലനിർത്തുന്ന ഒരു പേരാണ് സൈലന്റ് വാലി ഭൂപ്രദേശങ്ങൾ. മനുഷ്യനിലെ പ്രകൃതി സ്നേഹിയും അധികാരസ്ഥാനത്തിൻ്റെ സന്ദർഭോചിതമായ ഇടപെടലും കൊണ്ട് നമ്മൾ കേരളീയർക്ക് നിലനിന്ന് കിട്ടിയത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്. നാം അതിൻ്റെ തുടർച്ചയായി മറ്റൊരു അഭിമാനകരമായ നിർമ്മാണത്തിന് തയ്യാറാവുകയാണ്. കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശമാണ് കുമ്പളംചോല. 500ഓളം കുടുംബം താമസിക്കുന്ന ഈ പ്രദേശം ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെടുന്നു. ഈ പ്രദേശത്തെ ഭൂരിഭാഗം ജനങ്ങളും കൂലിപ്പണി എടുക്കുന്നവരാണ്. കുമ്പളംചോല എന്ന ഈ പ്രദേശം പേര് പോലെ തന്നെ ഇവിടെ ഒരിക്കലും വറ്റാത്ത ഒരു ചോല ഒഴുകിയിരുന്നതായി പ്രായമായവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. 30 ഏക്കറിലധികം വരുന്ന ഈ സ്ഥലം പാറക്കൂട്ടങ്ങൾ അടങ്ങിയ കുന്നിൻ ചെരിവായിരുന്നു. പാറക്കൂട്ടങ്ങളെ കരിങ്കൽ കോറിയാക്കി പരിവർത്തനം ചെയ്യുക വഴി ഈ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി. കരിങ്കൽ കോറിയുടെ പ്രവർത്തനം ആരംഭിച്ചതുവഴി പ്രദേശവാസികൾക്ക് തൊഴിൽ ലഭ്യമായെങ്കിലും പരിസ്ഥിതിയും ആവാസ വ്യവസ്ഥയും തകിടം മറിഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം കോറിയുടെ പ്രവർത്തനം നിലയ്ക്കുകയും തദ്ദേശീയരായവർക്ക് ജോലിയില്ലാത്ത സ്ഥിതിയുമാണ് ഉണ്ടായത്. ഉപജീവനത്തിനായി മറ്റു തൊഴിൽ തേടിപ്പോയെങ്കിലും കോവിഡ് മഹാമാരിക്കാലം എല്ലായിടത്തെയും പോലെ ഈ പ്രദേശത്തെ സാധാരണക്കാരുടെയും ജീവിതം ദുരിതപൂർണമാക്കി മാറ്റി. പ്രദേശത്ത് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി 1-2 ചെറുകിട ജലവിതരണ പദ്ധതികളും ജൽജീവൻ മിഷന്റെ പദ്ധതികളും ഉണ്ടെങ്കിലും ആ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം ഇപ്പോഴും തുടരുകയാണ്. പരിസ്ഥിതി പുനഃസ്ഥാപനത്തിലൂടെ മാത്രമേ പാരിസ്ഥിതികമായി സംഭവിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ മൊട്ടക്കുന്നായി കിടക്കുന്ന പ്രദേശത്തെ ഹരിതാപമാക്കി മാറ്റാൻ തീരുമാനിച്ചു. പ്രകൃതി വിഭവ പരിപാലനത്തിനും പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാനും സാധിച്ചു. ഈ വാർഡിൽ 300ഓളം തൊഴിലാളികളാണ് തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ടുള്ളത്. ഇവർക്ക് ശരാശരി 30-ൽ താഴെ മാത്രമേ പ്രതിവർഷം തൊഴിൽ കഴിഞ്ഞ കാലങ്ങളിൽ ലഭ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. തൊഴിലാളികൾക്ക് പരമാവധി തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന ചിന്തയാണ് തുടർന്നുണ്ടായത്. പ്രദേശത്തെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഇറിഗേഷൻ വകുപ്പിന്റെ കൈവശമുള്ള ഈ സ്ഥലം അവിടെ അനുമതി ലഭ്യമാക്കി നിലവിലെ ഭൂപ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനുള്ള വഴികൾക്ക് വേണ്ടിയുള്ള ആലോചനകളുടെ ഫലമായി നിർദ്ദിഷ്ട സ്ഥലം ഹരിതാഭയുള്ളതാക്കുക എന്നതായിരുന്നു ആദ്യ പരിശ്രമം. അതിനായി അവിടുത്തെ മണ്ണൊരുക്കുന്ന പ്രവൃത്തികൾ ഏറ്റെടുത്തുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ആരംഭിച്ചു. വ്യത്യസ്ത പ്രവൃത്തികളാണ് തുടർന്ന് ഏറ്റെടുത്തത്. പച്ചത്തുരുത്ത് എന്ന ആശയം ഫലപ്രദമായി നടപ്പിലാക്കാൻ ഉതകുന്ന പ്രദേശമെന്ന നിലയിൽ പച്ചത്തുരുത്താക്കാനുള്ള പദ്ധതികളും ഏറ്റെടുത്തു. തീറ്റപ്പുല്ലിന്റെ കൃഷി ആരംഭിച്ചു. നഴ്സറികൾ ആരംഭിച്ചു. തുടർന്ന് ഫ്രൂട്ട് ഫോറസ്റ്റിന്റെ ഭാഗമായി ഫലവൃക്ഷങ്ങൾ നട്ടുവളർത്തി. വിവിധ ഇനത്തിലുള്ള പ്ലാവിൻ തൈകൾ നട്ടു. തൊഴിലുറപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായി 20,000 തൊഴിൽ ദിനങ്ങൾ ഈ പ്രദേശത്ത് കഴിഞ്ഞ വർഷം ലഭ്യമാക്കാൻ കഴിഞ്ഞു. 100-ലധികം കുടുംബങ്ങൾക്ക് 100 ദിവസം പൂർത്തീകരിക്കാനും കഴിഞ്ഞു. മൊട്ടക്കുന്നായിരുന്ന കുമ്പളംചോല പ്രദേശത്ത് ഇന്ന് 1000ഓളം തൈകൾ വളരുന്നുണ്ട്. പരിപാലന പ്രവൃത്തികൾ തൊഴിലാളികൾ തന്നെ ഏറ്റെടുത്തു വരുന്നു. മഴവെള്ളം ഒട്ടും നഷ്ടപ്പെടാതെ അതാത് സ്ഥലത്ത് തന്നെ ഒരു അരിപ്പയുടെ രൂപത്തിൽ മണ്ണിലേക്ക് ഇറക്കാനും സാധിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി പുതിയ ആവാസ വ്യവസ്ഥയുടെ പുനഃസൃഷ്ടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പൂമ്പാറ്റകൾ, തുമ്പികൾ, വണ്ടുകൾ, മറ്റു ചെറുപ്രാണികൾ ഈ ഹരിതാഭയുടെ നേർസാക്ഷ്യങ്ങളായി മാറിയിട്ടുണ്ട്. സമീപ വീടുകളുടെ കിണറുകളിൽ പുതുതായി ഉണ്ടായ നീരുറവകൾ പുതിയ പരീക്ഷണത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്. നക്ഷത്രവനം പദ്ധതിയും ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞു. 300-നും 500-നും ഇടയിൽ മുരിങ്ങ തൈ നട്ടിട്ടുണ്ട്. ക്വാറിയിലെ വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി ജലം തടഞ്ഞു നിർത്തുന്നതിനും ശേഖരിക്കപ്പെടുന്ന വെള്ളം ശുദ്ധീകരിച്ച് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആവശ്യമായ ജലവിതരണ പദ്ധതിയും സാക്ഷാത്കരിക്കാൻ അവശേഷിക്കുന്നുണ്ട്. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി
തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. കുമ്പളം ചോലയുടെ ഹരിതാവ് തെളിയുന്നത് ഇവിടെയാണ്. ഇതാണ് ആ പച്ചത്തുരുത്ത്. പാറക്കോറിയും മൊട്ടക്കുന്നും നിറഞ്ഞ ഈ പ്രദേശം ഇന്ന് ഏറെ ഹരിതാപ നിറഞ്ഞതാണ്. ഏകദേശം 5000-ലധികം വരുന്ന വൃക്ഷത്തൈകൾ, അതിനേക്കാളേറെ വളർന്നു വരുന്ന മറ്റു തൈകൾ, അനുബന്ധിച്ച് കൃഷി ചെയ്തു വരുന്ന തീറ്റപ്പുൽ കൃഷി, മുരിങ്ങത്തൈകൾ നട്ടുപിടിപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ എന്നിവയും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അവയുടെ പരിപാലനവും തൊഴിലാളികൾ തന്നെ നേരിട്ട് നടത്തുന്നതും നമുക്ക് ഇവിടെ ദൃശ്യമാണ്. നക്ഷത്രവനത്തിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ, നഴ്സറി നിർമ്മാണം, തീറ്റപ്പുൽ കൃഷി എന്നിവയിലൊക്കെ വാർഡ് മെമ്പറുടെ നിത്യസാന്നിധ്യം ഏറെ പ്രയോജനം ചെയ്തു വരുന്നു. വളർന്നു വലുതായ മുരിങ്ങത്തൈകൾ, വിവിധ ഇനത്തിലുള്ള പ്ലാവിൻ തൈകൾ എന്നിവയും പച്ചത്തുരുത്തിനെ അന്വർത്ഥമാക്കുന്നു. തൊഴിലാളികളുടെ ആത്മാർത്ഥമായ ഇടപെടലും അർപ്പണ മനോഭാവവും എടുത്തു പറയേണ്ടതു തന്നെയാണ്. ക്ഷീരകർഷകർക്ക് ആവശ്യമായ തീറ്റപ്പുൽ ഇവിടെ നിന്ന് നൽകി വരുന്നുണ്ട്. കുമ്പളം ചോലയുടെ പച്ചത്തുരുത്ത് ഈ പ്രദേശത്തെ മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്ന തരത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ്. ഓരോ വിത്തുമൊരു നന്മയാണ്, ഓരോ നന്മയും നമ്മളാണ്. ഓരോ വിത്തുമൊരു